ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മളിങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് ഒരു സ്ഥലം വരെ പോകാനാണ്. അപ്പോൾ എല്ലാവരും അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പോകാനായിട്ട്. എവിടേക്കാണ് പോകുന്നതെന്ന് വെച്ചാൽ നമ്മളിന്ന് ബാവലിക്കാണ് പോകുന്നത് അല്ലേ, ബാവലി. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ വീട്ടിൽ നിന്ന് സ്വന്തമായിട്ട് ഉണ്ടാക്കി അവിടെ കൊണ്ടുപോയിട്ട് കഴിക്കാനുള്ള പ്രിപ്പറേഷനിലായിട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പം യാത്ര തിരിക്കുന്നതിൻ്റെ ഇടവേളകളിൽ ഞങ്ങൾ ചെറുതായി കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങാനായിട്ട് ഒരു ഷോപ്പിലിറങ്ങി. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പിന്നെ ഞങ്ങൾ യാത്ര തുടർന്നു. പിന്നെ ഞങ്ങൾ നേരെ ബാവലി കാട്ടിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. മൃഗങ്ങളെയൊക്കെ കാണാമല്ലോ എന്ന് വിചാരിച്ചാണ് ഞങ്ങൾ യാത്ര തുടങ്ങിയത്. പക്ഷെ ഒന്നിനെയും കാണാൻ പറ്റിയില്ല. നട്ടപ്പൊരു വെയിലായതുകൊണ്ട് ഒരെണ്ണം പുറത്തേക്ക് ഇറങ്ങിയില്ല തോന്നുന്നുണ്ട്. ആനയും പുലിയും ഒക്കെ ഉള്ള സ്ഥലത്ത് കൂടിയാണ് പോകുന്നതെങ്കിലും ഞങ്ങൾക്കൊന്നിനെയും കാണാൻ പറ്റിയില്ല. ഇനി തിരിച്ച് വരുമ്പോൾ കാണാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. സ്ഥലമാണെങ്കിൽ വളരെ അതിമനോഹരമായിട്ടുള്ള സ്ഥലമാണ്. ഇതിൽ കൂടെ പോകുമ്പോൾ നമുക്ക് വേനലാണോ എന്ന് പോലും തോന്നിപ്പോവാത്ത അവസ്ഥ. വേനൽക്കാലത്തല്ലാത്ത മഴക്കാലത്തും അല്ലാത്ത അത്ര സുഖമുള്ളൊരു കാലാവസ്ഥയാണ് ഇതിൽ നമുക്ക് പോകുമ്പോൾ. അങ്ങനെ ഞങ്ങളവിടെ എത്തിച്ചേർന്നു. അപ്പോൾ എത്തിച്ചേർന്നപ്പോഴത്തേനും സമയം ഓവറായിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഫുഡ് കഴിച്ചിട്ട് തുടങ്ങാമെന്ന്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ച് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വീണ്ടും അരുവിയിലേക്ക് ഇങ്ങനെ യാത്രയായി. എന്നിട്ട് ഞങ്ങൾ വെള്ളത്തിലെല്ലാവരും ചാടി മറിഞ്ഞ് അങ്ങനെ വെള്ളത്തിലിങ്ങനെ ആറാടി കളിക്കാൻ എന്ത് രസമാണല്ലേ ഈ വേനൽക്കാലത്ത്. ആണോ, ഇവിടെ മക്കൾക്കൊക്കെ നീന്തൽ പഠിക്കാനുള്ള ഒരു ബെസ്റ്റ് സ്പോട്ടും കൂടിയാണ്. കാരണം അടിയൊഴുക്കുകളോ അങ്ങനെ ഒന്നും ഇല്ലാത്ത ഒരു സ്ഥലമാണ്. നമ്മളെല്ലാം ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഈ കുട്ടികളൊക്കെ ഇറങ്ങുന്നത്. അങ്ങനെ ഒരു ഒഴുക്ക് ഫുൾ പാറയാണ്, അടിയിൽ മൊത്തം പാറയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് മക്കളെ ഇറക്കാൻ പറ്റി എന്നുള്ളതാണ്. ഈ വേനൽ ചൂടിൽ നമുക്ക് ഇങ്ങനെയുള്ള എൻ്റർടൈൻമെൻറ്റുകൾ വളരെ ആശ്വാസകരമാണ്. അങ്ങനെ ഞങ്ങൾ 2 മണിക്കൂറോളം കളിച്ചതിന് ശേഷം മാത്രമാണ് പുറത്തേക്ക് ഇറങ്ങിയത്. അതുവരെ നമുക്ക് അവിടെ നിന്ന് വരാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. അത്രയ്ക്ക് സുഖമാണ് വെള്ളത്തിനുള്ളിൽ നിൽക്കാൻ വേണ്ടിയിട്ട്. നല്ല തണുത്ത വെള്ളമായിരുന്നു, പക്ഷേ നല്ല ചൂടും നല്ല വെയിലും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ വെള്ളത്തിലിറങ്ങാൻ പേടിയുള്ളവരൊക്കെ വലിച്ച് പിടിച്ച് ഞങ്ങൾ ഇറക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ അവർ കയറാതായി. ഇറങ്ങാനേ അവർക്ക് പണിയുണ്ടായിരുന്നുള്ളൂ, കയറാൻ അവർക്ക് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇത് വയനാട്ടിലെ ചേകാടി ബാവലി റൂട്ടിലാണ് കേട്ടോ ഈ സ്ഥലമുള്ളത്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് റിട്ടേൺ ഒരു 5:30 ഒക്കെ ആകുമ്പോൾ ഞങ്ങൾ റിട്ടേൺ വന്നു. റിട്ടേൺ വരുമ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇന്നെങ്കിലും തിരിച്ച് വരുമ്പോഴെങ്കിലും കുറച്ച് മൃഗങ്ങളെ കാണാൻ പറ്റുന്നു. പക്ഷെ ഒന്നിനെയും കാണാൻ പറ്റിയില്ല കേട്ടോ ഗൈസ്. നമ്മൾ അത്രയും പ്രതീക്ഷയോടെ വന്നുകൊണ്ടായിരിക്കും ഒന്നിനെയും കാണാൻ പറ്റുന്നത്. പ്രതീക്ഷിക്കാതെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാവരെയും കാണാമായിരുന്നു. പക്ഷേ മാനുകൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഒരുപാട് സന്തോഷിച്ചൊരു ഡേ ആയിരുന്നു അന്ന്.